അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികൾ, ഇന്നത്തെ മജ്‌ലിസിൽ നമുക്ക് ചൊല്ലാനുള്ള അതിപ്രധാനപ്പെട്ട അല്ലാഹുവിന്റെ മഹത്വമേറിയ മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദിവസേന ചൊല്ലാൻ അവിടുന്ന് പഠിപ്പിച്ചു തന്ന നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കാൻ വേണ്ടി, ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ വേണ്ടി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച അതിപ്രധാനപ്പെട്ട ഒരു ദിക്റാണ് നമുക്ക് ചൊല്ലാനുള്ളത്. എല്ലാവരും ഇഖ്ലാസോടുകൂടെ തന്നെ എൻ്റെ കൂടെ ഏറ്റു ചൊല്ലണം. ഈ ഒരു ദിക്ർ അത്ഭുതമാണ്. ബഅലവി ത്വരീഖത്തിലെ അവരുടെ മുഹിമ്മായ പ്രധാനപ്പെട്ട അവർ ചൊല്ലുന്ന ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ദിക്റാണ് ഈ പറയാൻ പോകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്ന ദിക്ർ. ഈ ദിക്ർ എല്ലാ ദിവസവും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരാൾ എല്ലാ ദിവസവും 100 തവണ ചൊല്ലിയാൽ കാന ലഹു അമാന മിനൽ ഫഖർ, ദാരിദ്ര്യത്തിൽ നിന്ന് അദ്ദേഹത്തിന് നിർഭയത്വം ലഭിക്കും. ഒരിക്കലും അദ്ദേഹം മരിക്കുന്നതുവരേക്കും ദാരിദ്ര്യമുണ്ടാവുകയില്ല, കയ്യിൽ പണമില്ലാത്തൊരവസ്ഥ അവന് വരികയില്ല. വയുഅ്മനു മിൻ വഹ്ശത്തിൽ ഖബർ, ഖബറിന്റെ ഏകാന്തതയിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ പറ്റും. ഖബറിൽ ഒറ്റക്ക് കിടക്കേണ്ട ഒരവസ്ഥ അവന് വരികയില്ല. വസ്തുജ്ലിബ ബിഹിൽ ഗിന, ഐശ്വര്യമുള്ള ജീവിതം അവന് നാൾക്ക് നാൾ വർദ്ധിച്ചു വരും, നാൾക്ക് നാൾ ഐശ്വര്യം കടന്നു വരും. വസ്തുക്രി അബിഹി ബാബുൽ ജന്ന, സ്വർഗത്തിന്റെ വാതിൽ അദ്ദേഹം മുട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹം മരിച്ചാൽ അദ്ദേഹം സ്വർഗത്തിലാണ്. അപ്പോൾ എല്ലാ നിലക്കും നമുക്ക് വിജയിക്കാൻ പറ്റുന്ന, ഇരുലോക വിജയം നമുക്ക് കരഗതമാക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ, ഏറ്റവും നല്ലൊരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ഇതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ദിക്ർ ആദ്യം പറയലുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ഒരാൾ ദിവസവും ചൊല്ലിയാൽ അദ്ദേഹം ഖിയാമത്ത് നാളിൽ കടന്നു വരുന്നത് അദ്ദേഹത്തിന്റെ മുഖം ചന്ദ്രനെ പോലെ തിളങ്ങുന്നതായിരിക്കും. ആ രൂപത്തിലായിരിക്കും അദ്ദേഹം മഹ്ശറിൽ കടന്നു വരുന്നത് നമുക്ക് മഹാന്മാർ പഠിപ്പിക്കുന്നതായിട്ട് കാണാം. ഇൻഷാ അല്ലാഹ് എല്ലാവരും എൻ്റെ കൂടെ 100 തവണ ഏറ്റു ചൊല്ലണം ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്ന്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മലിക്കുൽ ഹഖുൽ മുബീൻ. لا إله إلا الله الملك الحق المبين. 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 لا إله إلا الله الملك الحق المبين.
لا إله إلا الله الملك الحق المبين 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 لا إله إلا الله الملك الحق المبين
لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ. തക്കതായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നമുക്കത് അനുഭവിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. എല്ലാവരും കൂടെ നാരിയത്തു സ്വലാത്ത് ഏറ്റു ചൊല്ലണം. 11 തവണയാണ് ചൊല്ലുന്നത്. എല്ലാ ദിവസവും നാരിയത്തു സ്വലാത്ത് 11 തവണ വീതം ചൊല്ലുക എന്നുള്ളത് വല്ലാത്ത ഒരു തൗഫീഖാണ്. നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും ഉഖ്റവിയും ദുനിയവിയുമായ സർവ്വ ഉദ്ദേശങ്ങൾ അല്ലാഹു തആല പൂർത്തിയാക്കി തരാൻ നാരിയത്തു സ്വലാത്ത് പതിവാക്കൽ കൊണ്ട് കാരണമാണെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചതാണ്. കൊണ്ട് എല്ലാവരും കൂടെ ഏറ്റു ചൊല്ലണം. അല്ലാഹു നമുക്ക് ഭാഗ്യം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه
في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. وصل على جميع الأنبياء والمرسلين وعلى ملائكة المقربين وجميع عباد الله الصالحين والحمد لله رب العالمين. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. നാം ചൊല്ലിയ സ്വലാത്തുന്നാരിയ അതേപോലെ തന്നെ നിന്റെ മഹത്വമേറിയ ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്ന ദിക്റും നീ സ്വീകരിക്കണം അല്ലാഹ്, നീ കബൂൽ ചെയ്യണം റഹ്മാനെ. അതിന്റെ സവാബ് നീ എത്തിച്ചു കൊടുക്കണം അല്ലാഹ്. ഹബീബായ തങ്ങളുടെ ഹളറത്തിലേക്ക് ഇവിടുത്തെ ഭാര്യന്മാർ, ഇവിടുത്തെ മക്കൾ, ഇവിടുത്തെ പേരമക്കൾ, ഇവിടുത്തെ സ്വഹാബുൽ കിറാം, ഇവിടുത്തെ മാതാപിതാക്കൾ, ഇവിടുത്തെ ഉപ്പാമമാർ ഉമ്മാമമാരുടെ ഹളറാത്തുകളിലേക്ക് ഇതിന്റെ സവാബ് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. സർവ്വ അംബിയാ മുർസലീങ്ങൾ സ്വാലിഹീങ്ങൾ മശായിഖന്മാർ ഉസ്താദന്മാർ വേണ്ടപ്പെട്ടവർ സർവ്വ മഹാന്മാരുടെ ഹളറാത്തുകളിലേക്ക് ഇതിന്റെ സവാബ് എത്തിച്ചു കൊടുക്കണം അല്ലാഹ്. അല്ലാഹുവേ നമ്മുടെ കുടുംബത്തിൽ മരിച്ചുപോയ സർവ്വ മുഅ്മിനാത്തുകളുടെ ഹളറാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ അവരുടെ മദദും അവരുടെ നോട്ടമുള്ള ജീവിതം ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കണം റഹ്മാനെ. അല്ലാഹുവേ അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കണം റഹ്മാനെ. അല്ലാഹുവേ നമ്മുടെ കുടുംബത്തിൽ ആരൊക്കെയോ മരിച്ചുപോയി അവരുടെ ഹളറാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം അല്ലാഹ്. അല്ലാഹ് ഖബർ ജീവിതം നീ സന്തോഷകരമാക്കണം അല്ലാഹ്. പാപങ്ങളൊക്കെയും നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ അല്ലാഹ്. അല്ലാഹുവേ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദന്മാർ, ബന്ധുമിത്രാദികൾ, ഭാര്യമക്കൾ, കൂട്ടുകുടുംബക്കാർ, അയൽവാസികൾ, വേണ്ടപ്പെട്ടവർ, ജ്യേഷ്ഠാനുജൻ പെങ്ങന്മാർ എല്ലാവരുടെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയ സർവ്വ തിന്മകൾ നീ അഫൂ ചെയ്യണമല്ലോ, നീ മാഫു ചെയ്യണമല്ലോ, നീ ബറക്കത്ത് ചെയ്യണമല്ലോ, നീ റഹ്മത്ത് ചെയ്യണമല്ലോ. കൽബ് ശുദ്ധിയാക്കണമല്ലോ, സലീമായ കൽബ് നൽകണം റഹ്മാനെ. സംശുദ്ധ
ആരോടും വെറുപ്പില്ലാതെ, ഹസദില്ലാതെ, കിബറില്ലാതെ, വഞ്ചിക്കാതെ, ഫിത്നയാക്കാതെ, ഗീബത്തും നമീമത്തും പറയാതെ നല്ലൊരു ജീവിതം നമുക്കെല്ലാം നൽകണം റഹ്മാനെ, നൽകണം റഹ്മാനെ. അല്ലാഹുവേ, നമ്മുടെ കൽബ് നീ ശുദ്ധിയാക്കണം റഹ്മാനെ, സലീമായ കൽബ് നൽകണം റഹ്മാനെ, സംശുദ്ധ ഹൃദയം നൽകണം അല്ലാഹുവേ, നമ്മുടെ ആഖിബത്ത് നന്നാക്കണം റഹ്മാനെ, തഖ്വയോടെ ജീവിക്കാനുള്ള തൗഫീക്ക് നൽകണം റഹ്മാനെ, തഖ്വയോടെ ജീവിക്കാനുള്ള തൗഫീക്ക് നൽകണം അല്ലാഹ്. നമ്മുടെ മനസ്സിൽ ഈമാൻ കൊണ്ട് നിറക്കണം റഹ്മാനെ. അല്ലാഹുവേ, ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെയും നിസ്കാരമടക്കം ദിക്റുകളും എല്ലാം ഇഖ്ലാസോടെ ഭക്തിയോടെ നിർവഹിക്കാനുള്ള തൗഫീക്ക് നൽകണം അല്ലാഹ്. അല്ലാഹുവേ, നിസ്കാരങ്ങളുടെ യഥാർത്ഥ മാധുര്യം നമുക്ക് ഉൾക്കൊണ്ട് നിസ്കരിക്കാനുള്ള തൗഫീക്ക് നൽകണമല്ലോ. നിന്റെ മഹാന്മാർ നിസ്കാരത്തിൽ കൈകെട്ടിയാൽ അല്ലാ, നീ അല്ലാത്ത ഒരു ചിന്തയില്ല അവർക്ക്. അതുപോലെ നമുക്കും ഒരു നേരത്തെ നിസ്കാരം പോലും നിസ്കരിക്കാൻ ഭാഗ്യം ലഭിക്കാത്ത പാവങ്ങളാണ് അല്ലാ. നമുക്കും തൗഫീക്ക് നൽകണമല്ല. നിന്റെ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് തൗഫീക്ക് നൽകണമല്ല. ഈ തൗഫീക്ക് നൽകണമല്ലോ. ഇസ്കാരത്ത് ഒരുപാട് തവണ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഹബീബായ തങ്ങളുടെ റൗള ശരീഫൊന്നു സിയാറത്ത് ചെയ്യാനുള്ള പാവികളായ നമുക്ക് നീ ഭാഗ്യം നൽകണമല്ലോ. പരിശുദ്ധ മദീനയുടെ മണ്ണൊന്ന് മുത്തം കൊടുക്കാൻ ഭാഗ്യം നൽകണമല്ലോ. അല്ലാഹുവേ, പരിശുദ്ധ മദീനയിലൊന്ന് നമുക്കെത്താനും അവിടെ ധാരാളം സ്വലാത്തുകൾ സലാമുകൾ ചൊല്ലാനുള്ള തൗഫീക്ക് നൽകണമല്ലോ. അല്ലാഹുവേ, നമ്മുടെ മരണം ഖൈറാകുന്ന വേളയിൽ പരിശുദ്ധ മദീനയിലാക്കണമല്ലോ. പരിശുദ്ധ മദീനയിൽ വെച്ച് സ്വലാത്തും സലാമും ധാരാളം ചൊല്ലി മുത്തായ തങ്ങളിൽ ഇങ്ങനെ ലയിച്ചുകൊണ്ട് സ്വലാത്തും സലാമും ചൊല്ലുന്നതിനിടയിൽ അവസാനമായി തങ്ങളെ കാണുകയും പൂമുഖം കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് പുഞ്ചിരിച്ച് മരിക്കാനുള്ള തൗഫീക്ക് നൽകണം അല്ലാഹ്. തൗഫീക്ക് നൽകണം അല്ലാഹ്. തൗഫീക്ക് നൽകണം അല്ലാഹ്. അല്ലാഹുവേ, ഒരു അപകടത്തിലോ പ്രയാസപ്പെടുത്തുന്ന രോഗത്തിലോ മുസീബത്തിലോ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങൾ തരല്ലേ അല്ലാ. ഹാർട്ട് അറ്റാക്ക് തരല്ലേ അല്ലാ. നടുറോട്ടിൽ വെച്ച് മരിക്കുന്നൊരവസ്ഥ നമുക്കാർക്കും നീ വിധിക്കല്ലേ അല്ലാ. കിരിമുരിക്കുന്ന മരണങ്ങൾ തരല്ലേ അല്ലാ. അല്ലാഹുവേ, മാരക രോഗങ്ങളെ തൊട്ട് കാത്തു രക്ഷിക്കണം റഹ്മാനെ. മാരക രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും എല്ലാ മുഅ്മിനാത്തുകളെയും കാത്തു രക്ഷിക്കണം റഹ്മാനെ. രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ക്യാൻസർ ആണെന്ന് പറഞ്ഞ് ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, ഏത് ക്യാൻസർ ആണെങ്കിലും, ഏത് പേടിപ്പെടുത്തുന്ന രോഗമാണെങ്കിലും, കഠിനമായ രോഗമാണെങ്കിലും, സഹിക്കാൻ കഴിയാതെ വേദന അനുഭവിക്കുന്ന രോഗമാണെങ്കിലും അല്ലാഹുവേ, നീ ശിഫ നൽകണം അല്ലാ. എല്ലാ രോഗങ്ങളും കൊടുക്കുന്നത് നീ തന്നെയാണ്. ദുനിയാവെന്നുള്ളത് പരീക്ഷണ കേന്ദ്രമാണ് അല്ലാഹുവേ. താങ്ങാൻ കഴിയാത്ത രോഗങ്ങൾ തന്നെ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. ഈമാൻ കുറഞ്ഞവരാണ് റഹ്മാനെ, ബലഹീനന്മാരാണ് അല്ലാഹ്. ബലം കുറഞ്ഞവരാണ്, ഈമാനിയായ ബലം കുറഞ്ഞവരാണ് അല്ലാഹ്. നീ ശക്തമുള്ള രോഗം തന്നു അല്ലാ. പ്രയാസപ്പെടുത്തുന്ന രോഗങ്ങൾ തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അജ്ജിലായ താമായ ശിഫ നൽകണം അല്ലാ. അല്ലാഹുവേ, പൂർണ്ണമായ ശിഫ കൊടുത്തനുഗ്രഹിക്കണം റഹ്മാനെ. പൂർണ്ണമായ ശിഫ കൊടുത്തനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ ഒരുപാട് ഉദ്ദേശങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അല്ലാ. അവർക്കെല്ലാം നീ ഖൈർ നൽകണം അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണം അല്ലാ.
വാഹനം ആഗ്രഹിക്കുന്നവർക്ക് വാഹനം നൽകണം റഹ്മാനെ. മക്കളെ കെട്ടിച്ചു കൊടുക്കാൻ പ്രായമെത്തിയ എത്രയോ യുവതി യുവാക്കളുണ്ട്. അല്ലാഹുവേ, അവർക്കെല്ലാം അനുയോജ്യകളെ കൊടുത്ത് എത്രയും പെട്ടെന്ന് സന്തോഷമുള്ള ദാമ്പത്യ ജീവിതം കൊടുക്കണം റഹ്മാനെ. ജീവിതം ഖൈറിലാക്കണം അല്ലാ. അവരുടെയും നമ്മുടെയും ജീവിതം നീ സന്തോഷകരമാക്കണം അല്ലാ. തന്ന മക്കളെ നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണമല്ലാ. മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ നൽകണമല്ലാ. സ്വാലിഹീങ്ങളായ സ്വാലിഹത്തന്മാരായ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന ഗുണം ചെയ്യുന്ന ഉഖ്റവിയായ ആലിമീങ്ങളായ നല്ല മക്കളെ നൽകണമല്ലാ. രണ്ട് വിദ്യകൾ പഠിക്കാനുള്ള നല്ല ഫഹ്മ്, നല്ല അഖ്ല് നൽകണമല്ലാ. ബുദ്ധിശക്തി നൽകണമല്ലാ. ഓർമ്മശക്തി നൽകണമല്ലാ. പരീക്ഷകളിലെല്ലാം ഉന്നത വിജയം നൽകണമല്ലാ. പരീക്ഷകൾ അടുത്തു വരികയാണ്. അല്ലാഹു ഉന്നത വിജയം നൽകണമല്ലാ. ഉന്നത വിജയം നൽകണം റഹ്മാനെ. ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ നല്ല ബറക്കത്തുള്ള നല്ല സാലറി ലഭിക്കുന്ന നല്ല ജോലി നൽകണമല്ലാ. ഉള്ള ജോലിയിൽ നീ ബറക്കത്ത് ചെയ്യണമല്ലാ. സന്തോഷം ചെയ്യണമല്ലാ. ബറക്കത്ത് ചെയ്യണമല്ലാ. ഖൈർ ചെയ്യണമല്ലാ. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് ഈമാനോടെ പുഞ്ചിരിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകണമല്ലാ. അല്ലാ, ഒരുപാട് തവണ പൂമുഖം നമുക്കൊന്ന് കാണാൻ, തങ്ങളുടെ ലംഘുന്ന വജ്ഹൊന്ന് നമുക്ക് കാണാനുള്ള തൗഫീഖ് നൽകണമല്ലാ. തൗഫീഖ് നൽകണമല്ലാ. ധാരാളം സ്വലാത്തുകൾ ചൊല്ലാനുള്ള തൗഫീഖ് നൽകണമല്ലാ. ഞങ്ങളെയും സന്താനങ്ങളെയും ആരെയും ഇത്തമ്മാടികളാക്കല്ലയല്ല, കുറ്റവാളികളാക്കല്ലയല്ല, കള്ളന്മാരാക്കല്ലയല്ല, വ്യഭിചാരികളാക്കല്ലയല്ല, കളവ് പറയുന്നവരാക്കല്ലയല്ല. അല്ലാ, നീ വെറുത്ത സർവ്വവിധ പ്രവർത്തനങ്ങളെ തൊട്ട് വിട്ടു നിൽക്കുന്നവരാക്കണമല്ലാ. അല്ലാ, നിനക്ക് തൃപ്തിപ്പെട്ട അടിമകളാക്കണം റഹ്മാനെ. ഭക്തിയോടെ നിസ്കരിക്കാനും ദിക്ർ ചൊല്ലാനും സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കാനും നന്മ പറഞ്ഞു കൊടുക്കാനുള്ള തൗഫീഖ് നൽകണമല്ലോ. ദുനിയാവിന്റെ ഒരു സ്ഥാനം കൊതിക്കാതെ യഥാർത്ഥ സ്ഥാനമാകുന്ന മരണത്തിന് ശേഷമുള്ള ആ ഒരു പദവി ആഗ്രഹിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണമല്ലോ. നീ തൗഫീഖ് നൽകണം അല്ലോ. നീ തൗഫീഖ് നൽകണം അല്ലോ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.